റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യുകെയിൽ ഭവനവില ഈ വർഷം മുൻപ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഉയരുമെന്ന് വിദഗ്ധർ. എന്നാൽ ഉയർന്ന ഡിമാൻഡും പരിമിതമായ വിതരണവും കാരണം വാടക ചെലവുകൾ വർദ്ധിക്കുന്നതിലൂടെ വർധനവ് മറികടക്കുമെന്ന് കണക്കുകൾ പറയുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് വിപണിക്ക് സഹായം ലഭിച്ചേക്കാം. വർഷാവസാനത്തോടെ ബാങ്ക് നിരക്ക് 75 ബേസിസ് പോയിന്റ് കുറച്ച് 3.75% ആക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 14-25 തീയതികളിൽ 20 ഹൗസിംഗ് മാർക്കറ്റിംഗ് വിദഗ്ധരുമായി നടത്തിയ വോട്ടെടുപ്പിൽ ഇംഗ്ലണ്ടിലെ ഭവന വില 2025-ൽ 4.0% വർദ്ധിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഭവനം വാങ്ങുവാനുള്ള വിലയിൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും സ്വന്തമായി ഒരു വീട് വാങ്ങുവാൻ ആഗ്രഹമുള്ളവർ നേരിടേണ്ടി വരുന്നത് നിരവധി വെല്ലുവിളികളാണ്. താഴ്ന്ന മോർഗേജ് നിരക്കുകളും ഉയർന്ന ശമ്പളവും ആദ്യമായിട്ട് വീട് വാങ്ങുന്നവരെ സഹായിച്ചേക്കാം. കോങ്കോയിൽ പൊട്ടിപ്പുറപ്പെട്ട ദുരൂഹ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പുറത്തുവിട്ടു. ഇതിനോടകം തന്നെ ഈ രോഗം ബാധിച്ച 50 പേർ മരിച്ചു. മിക്കവർക്കും രോഗം പിടിപെട്ട് 48 മണിക്കൂറിനുള്ളിൽ ജീവൻ നഷ്ടമാവുകയായിരുന്നു. ഇതുവരെ 413 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജനുവരി 21-ന് ബലോക്കോ പട്ടണത്തിലാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്. 5 വയസ്സിന് താഴെയുള്ള 3 കുട്ടികൾ ചത്ത വവ്വാലിനെ തിന്നതിനെ തുടർന്ന് രോഗബാധിതരാകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പനി, ഛർദി, കഠിനമായ ആന്തരിക രക്തസ്രാവം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ച രോഗികൾക്ക് രക്തസ്രാവം പോലുള്ള അസുഖം ബാധിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു പ്രാദേശിക ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടിൽ ചത്ത വവ്വാലിനെ ഭക്ഷിച്ച 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ രോഗം കണ്ടെത്തിയ കേസിൽ വയറിളക്കവും ക്ഷീണവും അനുഭവിച്ചതായി ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. കഴുത്തിലും സന്ധികളിലും വേദന, വിയർപ്പ്, ശ്വാസതടസ്സം എന്നീ ലക്ഷണങ്ങളും രോഗികളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 59 വയസ്സിന് താഴെയുള്ള രോഗികൾക്ക് തീവ്രമായ ദാഹം അനുഭവപ്പെടാറുണ്ട്. 12 വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2013-ൽ ഭർത്താവാണ് റാനിയ അലൈദിനെ കൊലപ്പെടുത്തിയത്. 3 കുട്ടികളുടെ അമ്മയായ റാനിയയെ കൊലപ്പെടുത്തിയതിന് ഭർത്താവ് അഹമ്മദ് അൽ ഖത്തീബ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. എന്നാൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കൊല്ലപ്പെട്ട റാനിയുടെ മൃതദേഹം കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. റാനിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പോലീസിന് ലഭിച്ചതാണ് കേസിൽ നിർണായകമായത്. നോർത്ത് യോർക്ക്ഷയറിലെ തിർസ്കിലെ A19 സമീപമാണ് കേസിൽ പുതിയ വഴിത്തിരിവ് വഴിവെക്കുന്ന തെളിവുകൾ ലഭിച്ചത് എന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് പറഞ്ഞു. അവിടെ കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പാകിസ്ഥാനെ ക്രിക്കറ്റിൽ തോൽപ്പിച്ച് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് അറസ്റ്റിലായ സിന്ധുദുർഗിലെ ആക്രി കച്ചവടക്കാരനും ഭാര്യയ്ക്കും കോടതി ജാമ്യം അനുവദിച്ചു. ദമ്പതികളുടെ കസ്റ്റഡി നീട്ടണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി തള്ളി. മാൽവണിലെ താർക്കലി റോഡ് നിവാസി കിതാബുള്ള ഹമീദുള്ള ഖാനും ഭാര്യ ആയിഷയ്ക്കുമാണ് പ്രാദേശിക കോടതി ജാമ്യം കൊടുത്തത്. ഇവരുടെ 14 വയസ്സുള്ള മകനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ജുവനൽ ഹോമിൽ അയച്ചിരുന്നു. ഹമീദുള്ളയുടെ ആക്രിക്കട അനധികൃതമാണെന്ന് ആരോപിച്ച് മാൽവൺ മുനിസിപ്പൽ കൗൺസിൽ അധികൃതർ ഇടിച്ചു നിരത്തി. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ തിരക്കിട്ട് ദമ്പതികളെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടിയെ വിമർശിച്ച് നിയമവിദഗ്ധരിൽ ചിലർ രംഗത്തെത്തി. ചെന്നൈ നാമക്കലിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ശുചിമുറിയിൽ മരിച്ച സംഭവം കൊലപാതകമാണെന്നും വിദ്യാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ പരിക്കേറ്റാണ് മരണമെന്ന് കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു. രാശിപുരം LIC കോളനിയിലെ പ്രകാശ് വനിതാ ദമ്പതികളുടെ മകൻ കവിൻരാജാണ് മരിച്ചത്. രാശിപുരം ശിവാനന്ദ ശാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സംഘർഷമുണ്ടായ സംഘത്തിലെ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുവാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു വേദിയിൽ മാത്രം കളിക്കുന്നതിന്റെ ആനുകൂല്യം ഇന്ത്യക്കുണ്ടെന്ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം റാസി വാൻ ഡെർ ദസൻ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടക്കുന്നത്. മറ്റു ടീമുകൾ മത്സരങ്ങൾക്കായി പാകിസ്ഥാനിലെ വിവിധ വേദികളിലേക്കും ദുബായികളിലേക്കും യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ ടീം എല്ലാ മത്സരങ്ങളും ദുബായിലെ പിച്ചിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന വലിയ ആനുകൂല്യമാണെന്നുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഇതിനെ പിന്തുണയ്ക്കുന്നതാണ് ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ വാക്കുകൾ. തീർച്ചയായും അതൊരു ആനുകൂല്യം തന്നെയാണ്. പാകിസ്ഥാൻ അതിനെതിരെ പ്രതികരിച്ചത് ഞാൻ കണ്ടു. ഒരു ഹോട്ടലിൽ താമസിച്ച് ഒരേ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരു വേദിയിൽ മാത്രം കളിക്കാമെന്നത് തീർച്ചയായും വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ടും അത് മനസ്സിലാക്കുവാൻ നിങ്ങളൊരു റോക്കറ്റ് സയന്റിസ്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു ആനുകൂല്യം ഉപയോഗിക്കേണ്ട ബാധ്യത തീർച്ചയായും അവർക്ക് മുകളിലുണ്ടാകും. റാസി വാൻ ഡെർ ദസൻ ഒരു സ്പോർട്സ് മാധ്യമത്തോട് പറഞ്ഞതാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 109.96 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.